ഇവന്മാരെ ചർച്ചക്കിടയില് ശിവദാസനെ ചായ കൊണ്ടുവച്ചതും തല പുകഞ്ഞിട്ടും അവർക്കൊരു പേരും കിട്ടില്ല. സ്നേഹിച്ച നമ്മളെ തിരുവനന്തപുരംകാര് നക്കി അങ്ങ് കൊല്ലും. എടഞ്ഞ് വലിച്ചേറി തുപ്പലായിട്ട് ചെവരി ഒട്ടിക്കും. ഒരിക്കൽ ഹോണ്ട കമ്പനിക്കാര് അല്ലേ? എന്താ പേര്? നദിയ ഷാജി. നദിയ ഷാജി. നദിയ എവിടുന്നാ? ട്രിവാൻഡ്രം. ടിവിയിൽ കണ്ടില്ലേ? ഊര്. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളുള്ള തിരുവനന്തപുരത്തെ വെളിയന്നൂരിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നത് ഈ തിരുവനന്തപുരത്തെ കുറിച്ച് പറയാനാണ്. എല്ലാരും പറയണത് നമ്മളെ തിരുവനന്തപുരംകാരെ ഭാഷ ശരിയല്ലെന്നാണ്. ഈ കണ്ടന്റാണ് പറയണതെന്ന് ഞാൻ എന്റെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞപ്പോ എന്റെ ടീച്ചർ പറയാ, മോളെ നമ്മൾ ഒരിക്കലും അവിടെ ചെന്ന് നമ്മളെ ഭാഷയെ കുറ്റം പറയരുത്. അങ്ങനെ അല്ല, നീ അവിടെ ചെന്ന് പറഞ്ഞാ നിന്റെ ചെവളയായിട്ട് കുത്തിത്തരുമെന്ന്. നമ്മൾ പറയണത് എന്തര്, അപ്പ്, പയല് എന്നൊക്കെ എന്നാ വേറെ ജില്ലക്കാർ പറയണത്. നമ്മൾ അങ്ങനെ പറയോ? നമ്മൾ അങ്ങനെ പറയണത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പ് ഒരു ചോദ്യം ചോദിക്കുമ്പോ ഇങ്ങനെ മിണ്ടായിരിക്കാണോ വേണ്ടത്? എന്തെങ്കിലും വാതുറന്ന് പറ എന്റെ പയലുകളെ. നമ്മളെ തിരുവനന്തപുരം ഭാഷയെന്ന പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ്. സ്നേഹത്തിന്റെ കാര്യത്തില് നമ്മളെ തിരുവനന്തപുരംകാരെ കഴിഞ്ഞിട്ടുള്ളൂ ആരും. ഒരിക്കൽ അച്ഛൻ്റെ കൂടെ പണിക്കോണ ഒരു ബംഗാളി ചേട്ടൻ ഞങ്ങളെ വീട്ടിൽ വന്ന് ഞാൻ നോക്കിയപ്പോ അങ്ങേര് തിരുവനന്തപുരം സ്ലാങ്ങിൽ ഹിന്ദി സംസാരിക്കുന്നു. സ്നേഹമുള്ള തിരുവനന്തപുരം ഭാഷയെന്ന പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഭാഷയാണ്. തുമാരായിട്ട് ചെവരി ഒട്ടിക്കും. സ്നേഹിച്ച നമ്മളെ തിരുവനന്തപുരംകാര് നക്കി അങ്ങ് കൊല്ലും. എടഞ്ഞ് വലിച്ചേറി തുപ്പലായിട്ട് ചെവരി ഒട്ടിക്കും. ഒരിക്കൽ ഹോണ്ട കമ്പനിക്ക് അവിടെ എന്തൊക്കെ കാണാനുണ്ടെന്നറിയോ? മൊട്ടക്കുന്നാണേലും പൊന്മുടി എന്നു പേരുള്ള മലനിരകൾ, ആറുകൾ, ഏഴുകൾ, എട്ടുകൾ, ആറുകൾ, കടലുകൾ, കായലുകൾ, എത്ര കണ്ടാലും മതിവരാത്ത ശംഖുമുഖത്തെ കടൽ, അതിനെ നോക്കാതെ അതിന്റെ തൊട്ടടുത്തുള്ള മത്സ്യകന്യകയെ നോക്കുന്ന ടൂറിസ്റ്റുകൾ, മനോഹരമായ കോവളം ബീച്ച്, അവിടെ പപ്പടം ഉണക്കാൻ ഇട്ടിരിക്കുന്ന പോലെ മദാമകളും സായിപ്പുമാരും, നക്ഷത്ര ബംഗ്ലാവ്, മ്യൂസിയം, സെക്രട്ടേറിയറ്റ്, ഇങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പണത്തിനോട് ഒരാർത്തിയില്ല. കാരണം ഏറ്റവും കൂടുതൽ പണമുള്ള പത്മനാഭന്റെ മണ്ണിൽ നിന്നല്ലേ നമ്മൾ വരണത്. എന്നാലും ഒന്ന് ചോദിച്ചോട്ടെ, ആ പണപ്പെട്ടിയിൽ ഇപ്പൊ എത്ര രൂപ കാണും? പറയില്ല, അതൊക്കെ അങ്ങ് വിട്. നദിയ ഷാജി. നദിയ ഷാജി. നദിയ എവിടുന്നാ? ട്രിവാൻഡ്രം. ടിവിയിൽ കണ്ടില്ലേ? ഊര്. അങ്ങനെ മനോഹരമായ സ്ഥലങ്ങളുള്ള തിരുവനന്തപുരത്തെ വെളിയന്നൂരിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. ഞാൻ വന്നത് ഈ തിരുവനന്തപുരത്തെ കുറിച്ച് പറയാനാണ്. എല്ലാരും പറയണത് നമ്മളെ തിരുവനന്തപുരംകാരെ ഭാഷ ശരിയല്ലെന്നാണ്. ഈ കണ്ടന്റാണ് പറയണതെന്ന് ഞാൻ എന്റെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞപ്പോ എന്റെ ടീച്ചർ പറയാ, മോളെ നമ്മൾ ഒരിക്കലും അവിടെ ചെന്ന് നമ്മളെ ഭാഷയെ കുറ്റം പറയരുത്. അങ്ങനെ അല്ല, നീ അവിടെ ചെന്ന് പറഞ്ഞാ നിന്റെ ചെവളയായിട്ട് കുത്തിത്തരുമെന്ന്. നമ്മൾ പറയണത്